Hi friends, welcome to gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ LD ക്ലർക്ക്, സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ഈ തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി ഈ തസ്തികകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്നിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ഡീറ്റെയിൽസ് നോക്കാം. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 08/2022. അപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയുള്ള പോസ്റ്റാണ്. ശമ്പള സ്കെയിൽ 19,000 to 43,600 രൂപയാണ്. ഇനി ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. SLC പാസ്സാണ് അടിസ്ഥാന യോഗ്യത, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി ഈ പോസ്റ്റിലേക്കുള്ള നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ 1/1/2004 2/1/1986 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് ഈ 2 തീയതികളും ഉൾപ്പെടെ SC ST മറ്റു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതുമാണ്. അതായത് സാധാരണ PSC പോലെ തന്നെ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയ ശേഷം ഒറ്റ തവണ രജിസ്ട്രേഷൻ നടത്തുക. അതിനുശേഷം ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പരീക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 300 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്ക് 200 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇനി ഇത് എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് പറയാം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൽ തന്നെ പേയ്മെന്റ് ഗേറ്റ്വേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റ് ഗേറ്റ്വേ എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്യാഷ് അടയ്ക്കാവുന്നതാണ്. അതായത് നോർമലി ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നത് പോലെ തന്നെയാണ് ഇതും പേ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ദേവസ്വം ബോർഡ് എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഹിന്ദു മതത്തിൽപ്പെട്ട തന്നെ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി 10% റിസർവേഷൻ ഉണ്ട്. അതിനെ പറയുന്നത് EWS എന്നാണ്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് ഹിന്ദു അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇവർക്ക് 10% സംവരണം ഉണ്ട്. അപ്പോൾ 18/11/2019 ഗവൺമെന്റ് ഓർഡർ P79/2019/RD പ്രകാരം ഇതിനർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയിൽ അത് അവകാശപ്പെടണം. അതായത് ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ EWS ആണോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ S എന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ ഹിന്ദുമതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വില്ലേജ് ഓഫീസറിൽ നിന്നും 18/1/2019 സർക്കാർ ഉത്തരവ് P നമ്പർ 79/2019 നമ്പർ പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
അപ്പോൾ ഇങ്ങനെയുള്ള EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റാത്തവർ പേടിക്കേണ്ട കാര്യമില്ല. അവരെ ജനറൽ കാറ്റഗറിയിൽ തന്നെ പരിഗണിക്കും. അവർക്ക് EWS ആനുകൂല്യം ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 തസ്തികയുടെ വിജ്ഞാപന തീയതി 18/5/2022. LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് അറിയേണ്ടവർക്ക് ഈ സിലബസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇല്ലെങ്കിൽ GKC ട്യൂട്ടോറിയൽ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 സിലബസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കൂടാതെ ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം 16 ട്യൂട്ടോറിയൽ വീഡിയോകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ദേവസ്വം ബോർഡ് മുൻപ് നടത്തിയ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള 7 വീഡിയോകളും ഉൾപ്പെടെ 23 വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ വീഡിയോകൾ എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. മുകളിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുമ്പോൾ എഴുതി അറിയിക്കുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതുമാണ്. ഇനി അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എത്രയാണെന്ന് നോക്കാം. 18/6/2022 അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി. അതായത് അടുത്ത മാസം ജൂൺ മാസം വരെയാണ് അപേക്ഷ അയക്കാൻ സമയമുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡ് ജോബ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 23ഓളം ദേവസ്വം ബോർഡ് ട്യൂട്ടോറിയൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡു വാച്ച് ദ വീഡിയോ. ഇനി അപേക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.